അപ്പോൾ സർ 2025 ഹാപ്പി ന്യൂ ഇയർ ആണെന്നുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ കുറേ കാര്യങ്ങളുണ്ട് സർ. ഞാൻ ഒന്ന് 2024 കൂടെ ഇങ്ങനെ കണ്ണോടിച്ച് നോക്കിയപ്പോൾ സർ ആക്ച്വലി പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രഡിക്ഷൻസ് പോലെ നടന്നിട്ടുണ്ട്. ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒരെണ്ണം സർ പറഞ്ഞിരുന്നു, ഈ വയനാടിൻ്റെ ഇതൊക്കെ ലാഘവത്തോടു കൂടി കുറേ സ്കീമുകൾ ഗവൺമെൻറ് ജനങ്ങളിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞതൊന്നും അതുപോലെ നടക്കാൻ പോകില്ല. അപ്പോൾ കുറേ പേര് നമ്മളോട് എഗൻസ്റ്റ് ആയിട്ടൊക്കെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പറഞ്ഞു എല്ലാം ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളത്. പക്ഷെ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി ഒക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പോലും ഒരു പ്രോഗ്രസ് ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി സാർ പറഞ്ഞിരുന്നു, സാറ് ഇതിന് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ സാർ പറഞ്ഞു ക്രിസ്ത്യാനികളെ നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിർമ്മല കോളേജിൻ്റെയൊക്കെ സംഭവങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ മുനമ്പം അങ്ങനത്തെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു 2025 ഒരു പ്രഡിക്ഷൻ എടുത്താലോ എന്ന്. ഞാനതൊന്ന് പറഞ്ഞത് പ്രഡിക്ഷനായിട്ടൊന്നുമല്ല, ലോജിക്കൽ തിങ്കിങ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ മുനമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യാനികൾക്കൊരു പണി ഒന്നുമില്ല, സകലവർക്കിട്ടും ഒരു പണിയാണ് ഈ വഖഫ് ഏർപ്പാട്. അതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ പ്രൊമിനൻ്റ് ആയിട്ട് ആ മുനമ്പം ഇഷ്യൂ വരികയും അതിൽ കൂടുതൽ പേർ ക്രിസ്ത്യാനികളാവുകയും ചെയ്തു എന്നുള്ളത് ഒരു യാദൃശ്ചിക സംഭവം മാത്രമാണ്. ബാക്കിയുള്ളതിലൊക്കെ ഹിന്ദുക്കളോ ബുദ്ധന്മാരോ ഒക്കെ മുസ്ലിങ്ങളാണ് കൂടുതൽ പെട്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ വഖഫ് കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ സ്ഥലവും വസ്തുവൊക്കെയാണ് വഖഫ് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റുന്നത് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മളുടെ ഓൾഡ് മോണുമെൻറ്റ്സും എല്ലാം. എനിക്ക് ഞാൻ ഇതിപ്പോൾ പുതുവത്സരാശംസകൾ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ഓണം, ഇതൊന്നും എന്തുകൊണ്ടോ നേരത്തെ മുതൽ ഞാൻ അങ്ങനെ ഒരു ആശംസിക്കുന്ന ആളല്ല. നമ്പർ 2, എനിക്കൊരു തമാശയും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മലയാളിയുടെ ജീവിതം മലയാളം കലണ്ടറിലാണ്. എ മേജർ പോർഷൻ ഓഫ് യുവർ ലൈഫ് അത് കൺട്രോൾ ചെയ്യുന്നത് മലയാളം കലണ്ടറാണ്. നമ്മളുടെ ബർത്ത്ഡേ, ജനനം, അത് വെച്ചിട്ട് ജാതകം ഇതൊക്കെ തീരുമാനിക്കുന്നു. ഇതെല്ലാം മലയാള മാസം, തീയതി, നക്ഷത്രം വെച്ചിട്ടാണ്. അത് കൺവെർട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ഡേറ്റ് എടുത്തിട്ട് അത് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കേക്ക് മുറിക്കുകയാണ്. വാസ്തവത്തിൽ അമ്പലത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിനാണ് ചെയ്യുന്നത്. കുംഭമാസത്തിലെ രോഹിണി, മകയിരം, ധനുമാസത്തിലെ മകയിരം, ഇങ്ങനെയൊക്കെയാണ് വഴിപാട്. പുഷ്പാഞ്ജലി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നതെല്ലാം തന്നെ നമ്മളുടെ നക്ഷത്രം വെച്ചിട്ടാണ്, അല്ലാതെ ജാനുവരി ഫെബ്രുവരി കലണ്ടർ വെച്ചിട്ടാണ് അല്ല. കേരളത്തിലെ ഭൂരിഭാഗം മനുഷ്യരും അമ്പലത്തിൽ പോകുന്നവരാണ്. നിരീശ്വരവാദികളുണ്ടാവാം, ഈശ്വരവിശ്വാസം ഉണ്ടായിട്ടും അമ്പലത്തിൽ പോകാത്തവരുണ്ടാവാം, പല രീതിയിലൊക്കെ ഉണ്ടാവാം. എന്നാലും മാക്സിമം ആൾക്കാർ അമ്പലത്തിൽ പോകുന്നു. അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളും മലയാളം കലണ്ടർ അനുസരിച്ച്, മലയാളം നക്ഷത്രം അനുസരിച്ചാണ് പോകുന്നത് അല്ലേ? തൃശ്ശൂർ പൂരം, വൈക്കത്തഷ്ടമി, ചോറ്റാനിക്കര മകം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട്, ഇതെല്ലാം തന്നെ മലയാള മാസത്തിലെ മലയാള ദിവസങ്ങൾ വെച്ചിട്ടാണ്. ആ ദിവസം കൺവെർട്ട് ചെയ്ത് ഇംഗ്ലീഷ് ആക്കിയിട്ട് ലക്ഷ്മി എന്നോട് പറയും സെപ്റ്റംബർ 16 വൈക്കത്തഷ്ടമി എന്ന് പറയും, അല്ലെങ്കിൽ ഒക്ടോബർ 7 പറയും. ഇതല്ലേ സംഭവം. ഇനി അത് കൂടാതെ ചോറ്റാനിക്കര മകം എന്ന് പറഞ്ഞാൽ മകം നാളിലാണ്, അതും മലയാള മാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു കല്യാണം, മലയാളി കല്യാണം തീരുമാനിക്കുന്നു, എന്താ ചെയ്യുക? ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി മുഹൂർത്തം കുറിക്കും. മലയാള മാസം, മലയാളം തീയതി, തിഥി, നക്ഷത്രം ഇതൊക്കെ നോക്കിയിട്ട് ജ്യോത്സ്യൻ പറയും നമുക്ക് കുംഭമാസത്തിലാവാം, ഇങ്ങനെ ചെയ്യാം. അതിൻ്റെ ഈക്വലൻ്റ് ഇംഗ്ലീഷ് ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് വെച്ചിട്ട് വെഡ്ഡിങ് കാർഡ് അടിച്ചു. അതിൽ മുഹൂർത്തം ബിറ്റ്വീൻ 11:30 12:30
ആ മുഹൂർത്തം എവിടുന്ന വന്നേ? മലയാളത്തിൽ നിന്നാണ്. സോ നിങ്ങളുടെ വിവാഹത്തിൻ്റെ അടിസ്ഥാനം ആ മുഹൂർത്തം എന്നുള്ളതിന് ഇതുവരെ ഒരു തർജ്ജമ ആരും കൊടുത്തിട്ടില്ല ഇംഗ്ലീഷ്. നിങ്ങളുടെ കത്ത്, വിവാഹ കത്ത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. RSVP എന്നൊക്കെ എന്താണ് അതൊക്കെ വയ്ക്കും. ബട്ട് മുഹൂർത്തമായിട്ട് തന്നെ നിൽക്കുന്നു. ആ വിവാഹ ക്ഷണക്കത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒന്നുകിൽ ഗണപതി, ഒരു ദേവി, ഗുരുവായൂരപ്പൻ ഇസ് എ മസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 2025 വരവേൽക്കാൻ, എന്ത് വരവേൽക്കാൻ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ആ ഡേറ്റ് വെച്ച് നിങ്ങളുടെ സഞ്ചയനം, മറ്റ് കർമ്മങ്ങൾ, 16 അടിയന്തരം, അത് ഇതൊക്കെ ചെയ്യുന്നു. എവറിത്തിങ് ഗോസ് ബൈ മലയാളം ഡേറ്റ് ഇല്ലേ? എല്ലാ സാധനവും. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ ശ്രാദ്ധം, അതും മലയാള മാസം, തീയതി, തിഥി, നക്ഷത്രം ഇതൊക്കെ നോക്കിയിട്ടാണ്. വാട്ട് ആർ വി ടോക്കിംഗ് അബൌട്ട്? രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, അല്ലെങ്കിൽ രാത്രി 9 മണി വരെ ഇരിക്കുന്ന ഓഫീസ്, ആ സമയത്ത് അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു കലണ്ടർ, ഓഫീസിലെ വ്യാപാരങ്ങൾ, ഇത് മുഴുവൻ നടക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ വെച്ചിട്ടാണ്. ബട്ട് ബാക്കി സമയത്തെല്ലാം തന്നെ പലപ്പോഴും ഓഫീസ് സമയത്തടക്കം നമ്മൾ ജീവിക്കുന്നത് മലയാളം കലണ്ടറിലാണ്. വെരി ഗുഡ് പോയിന്റ്. ബട്ട് ദെൻ പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പക്ഷെ സർ, ഞാനും ആക്ച്വലി സെലിബ്രേറ്റ്, എനിക്കതിന് വിരോധമൊന്നുമില്ല. സെലിബ്രേഷൻ പലപ്പോഴും ഞാനും കൂടാറുണ്ട്. ഇറ്റ്സ് എ സെലിബ്രേഷൻ ആളുകൾ. ബട്ട് എനിക്കറിയാം നമ്മളിപ്പോഴും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും നമ്മളെ വിട്ടിട്ടില്ല. നമ്മൾ വിട്ടു എന്ന് വിചാരിക്കുന്നു, പക്ഷെ നമ്മൾ അമ്മയുടെ മടിയിൽ തന്നെയാണ്. അമ്മയുടെ മടിയിൽ കിടന്ന് ഇംഗ്ലീഷിൽ പാട്ടുപാടി സർക്കസ് കളിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മൾ ഈ സർക്കസ്. മലയാളം എന്ന അമ്മ അതിങ്ങനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ പുറത്തു പോയി ഒക്കെ സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് ഒക്കെയാണ് അങ്ങനെ. നമുക്കൊരു, ഇപ്പോൾ ഞാൻ തന്നെ വളർന്നത് കേരളത്തിന് പുറത്തായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ആംഗലേയ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. അതിൻ്റെ തന്നെ ആങ്കറിങ് നോക്കും. നിങ്ങൾക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് ഉണ്ട്, ഹാപ്പി ന്യൂ ഇയർ ഉണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ ഹാപ്പി മുഴുവൻ എടുത്ത് നോക്കുക, അത് മലയാളമാണ്. ഹാപ്പി ഓണം, ഹാപ്പി ദീപാവലി പിന്നെ പറയണ്ട, ഓൾ ഇന്ത്യ തലത്തിൽ ശകവർഷത്തിൽ ഒപ്പിച്ച് പോകുന്നതാണത് ദീപാവലി. എല്ലാ ബർത്ത്ഡേ, ഇതൊക്കെ നിങ്ങൾ എന്തിനൊക്കെ ആശംസ കൊടുക്കുന്നു അത് മുഴുവൻ ഒന്നുകിൽ മലയാള വർഷം, ശകവർഷം. ഇറ്റ്സ് ബേസിക്കലി ഇന്ത്യൻ കാൽക്കുലേഷൻ ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, എക്സെപ്റ്റ് ദീസ് ടു, ക്രിസ്മസും ന്യൂ ഇയർ. അതിൻ്റെ ആശംസ മാത്രം യൂറോപ്പിനാണെന്ന് നമുക്ക് പറയാം. ബട്ട് ദെൻ ക്രിസ്ത്യാനികൾ പോലും ഓപ്പൺലി സമ്മതിക്കും ഡിസംബർ 25-നല്ല യേശു ക്രിസ്തു ജനിച്ചത്. അവർക്കും അറിയാം. ബട്ട് ദെൻ ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ആ ഡേറ്റ് അങ്ങനെ ആഘോഷമായി അങ്ങനെ ചെയ്യുന്നു. എവരിബഡി നോസ് ദാറ്റ് ഈസ് നോട്ട് ദ ഡേറ്റ്. എന്നാലും സാർ, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ലോകത്തിൽ യുദ്ധം ഒരു കൊലവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രോളിലൊക്കെ പറയണത് ഇലൂമിനാണ്ടി ആവശ്യത്തോടെ തുറന്ന് കളിക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ആൾക്കാരുടെ മനസ്സിലുണ്ട്. ആൻഡ് ചില അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻസ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ കണ്ടത് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ കോവിഡ് മാതിരി ഒരു മാരക രോഗം എന്തെങ്കിലും, അതിൻ്റെ ഒരു വകഭേദം എന്തെങ്കിലും, ഒരു മാരക രോഗം 2022 പോലത്തെ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കാം. അല്ലെങ്കിൽ ഒരു കൊള്ളാമെന്ന് എനിക്കുണ്ട് കേട്ടോ. അയ്യോ, ഞാൻ പറയാം, കോവിഡ് സമയത്ത് കുറച്ച് കാലം ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്, ഒന്നും ചെയ്യാനില്ല, വെറുതെ വീട്ടിലിരിക്കുക. എനിക്ക് പിന്നെ അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ കാശുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കേണ്ട ഒരു ഇതുമില്ല. ഒരു സ്വാർത്ഥ ചിന്തയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അതിനകത്ത് ദുരിതത്തിൽ പെട്ടുപോയ ധാരാളം പേരുണ്ട്. കുറേയധികം പേരെ ഞാനും സഹായിച്ചിട്ടൊക്കെ ഉണ്ടെന്ന്. അവരുടെ കഷ്ടപ്പാടും ഒക്കെ എനിക്കറിയാം. ബട്ട് പേഴ്സണലി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് സുഖമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, രാവിലെ എങ്ങും പോകാനില്ല, അലസമായിട്ടിരിക്കാം. അന്നാണ് ഈ ദുരിതം, എന്താ ഒരു സാധനം,
നമ്മളുടെ ക്ലബ് ഹൗസ് രാപകലില്ലാതെ ക്ലബ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതിൽ പല പല ഗ്രൂപ്പുകൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഈ ആക്ടിവിറ്റീസ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു 15 ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം ഒന്ന് വീശിയിട്ട് പോകുന്നത് നല്ലതാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനും പോവുകയാണെങ്കിൽ വൺസ് ഫോർ ഓൾ ആ ദുരിതം അങ്ങ് തീർന്നു. ഈ എന്നെപ്പോലെ ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട് പൊതുശല്യങ്ങൾ ആയിട്ട്, അതിൽ കുറച്ച് പേര് ചത്തുപോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പൊക്കോട്ടെ. കോമഡി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അല്ല, ഇറ്റ്സ് നോട്ട് കോമഡി. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം ഈ ഒരു രാജ്യത്തിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യൂത്താണ്, വയസ്സന്മാരും വയസ്സുകളും അല്ല. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നെഗറ്റീവ് കോൺട്രിബ്യൂഷനാണ്. ഒരു ആഫ്റ്റർ 65 ഇയേഴ്സ് ഓഫ് ഏജ് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും സൊസൈറ്റിയിൽ നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്തും. ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, കളവൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു, ആട്ടുകല്ലിരിക്കുന്ന പോലെ അടുപ്പ് കല്ലിരിക്കുന്നു, അവിടെ ഇരുന്നോട്ടെ എന്ന് വയ്ക്കും. അങ്ങനെയല്ല, ഇദ്ദേഹം ചെറുപ്പക്കാരെ ജീവിക്കാൻ സമ്മതിക്കില്ല. തെക്കോട്ട് പോകുന്നവനോട് എന്തിനാണ് തെക്കോട്ട് പോകുന്നു, വടക്കോട്ട് പോടാം, ശരി വടക്കോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട നീ തെക്കോട്ട് തന്നെ പൊക്കോ. ഇങ്ങനെയുള്ള കിളവനെ ചവിട്ടുകയല്ല അതിൻ്റെ മാർഗം. ഇതിങ്ങനെ വെറുതെ ഫ്രീ ഉപദേശങ്ങൾ കൊടുക്കുക. ഞാൻ അക്കൂട്ടത്തിൽ പെടുന്ന ആളായിട്ടാണ് ഞാൻ എന്നെ കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സാർ ഇങ്ങനെയൊക്കെ പറയണത്. പക്ഷെ എനിക്കൊരു വേറൊരു അഭിപ്രായമുണ്ട്, പക്ഷെ അത് ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റാം. യു ലുക്ക് അറ്റ് എ ഫിലോസോഫിക്കൽ സെൻസ്. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആവറേജ് ഏജ് കുറഞ്ഞിരിക്കണം. ഇപ്പം തന്നെ നമ്മളുടെ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആർമിയുടെ അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്തത്, അഗ്നിവീർ? ബിക്കോസ് ദർ ആവറേജ് ഏജ് ഈസ് ഗോയിങ് അപ്പ്. 33 മറ്റോ എത്തി. ഐഡിയലി 26 വയസ്സായിരിക്കണം നമ്മളുടെ പട്ടാളത്തിൻ്റെ ആവറേജ് ഏജ്. ആ 26 നിന്ന് പോയി 28 കഴിഞ്ഞ് 33 എന്നാണ് പത്ര റിപ്പോർട്ട് ഞാൻ കണ്ടത്. ദേ വെർ അണ്ടർ എ പാനിക് സിറ്റുവേഷൻ. വി നീഡ് യങ് പീപ്പിൾ അർജൻറ്റായിട്ട്. സോ അഗ്നിവീർ റൂട്ടിൽ നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ എടുക്കാം. അങ്ങനെയാണ് അഗ്നിവീർ വരുന്നത് തന്നെ. ഇതൊക്കെ കോമൺ സെൻസ്. ദ കൺട്രി നേഷൻ ഹാസ് ടു സർവൈവ്. TG മോഹൻദാസ് ഒരു 10 കൊല്ലം കൂടെ ജീവിച്ചിരുന്നാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നേഷൻ നേഷൻ ഫസ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കണം. അതല്ല നേഷൻ ഫസ്റ്റ് എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് കേട്ടോ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ശരിയല്ല. ഓക്കെ, എനിവേ അതൊരു വേറൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോയി. അപ്പൊ സർ, രണ്ടാമത്തെ ഓപ്ഷൻ എന്തെങ്കിലും വലിയൊരു പ്രകൃതി ദുരന്തം വരും, സുനാമി, എന്തെങ്കിലും ഒരു എർത്ത് മാതിരി വന്നിട്ട് ഫോളോഡ് ബൈ സുനാമി എന്തെങ്കിലും. ഈ പറഞ്ഞ 2 കാര്യമുണ്ടല്ലോ, നമുക്ക് വലിയ നിയന്ത്രണം ഇല്ലാത്തതാണ്. എ വൈറസ് ക്യാൻ ബി, ചൈന കൊറോണ തുറന്നുവിട്ട പോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അവർ ചെയ്തെന്ന് വരാം, മറ്റേതെങ്കിലും രാജ്യങ്ങൾ ചെയ്തെന്ന് വരാം. ഈവൻ നമ്മളെന്താ മോശക്കാരാണ്? വി ഹാവ് അവർ ഓൺ റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റ്. വി ഡിസൈഡ് ദാറ്റ് ഈ ബംഗ്ലാദേശ് ഇത് ശല്യം എന്ന് പറഞ്ഞിട്ട് വി ക്യാൻ ഓൾസോ ഡു ദാറ്റ്. ഈ ബയോളജിക്കൽ വാർഫെയർ ഒരാളുടെ മാത്രം എടുക്കുന്നുമല്ല. ചൈന തിങ്സ് ദേ ആർ ദ സൂപ്പർ പവർ. മണ്ണാങ്കട്ടയാണ്. ഈ ബയോളജിക്കൽ വാർഫെയർ ആർക്കും ചെയ്യാവുന്നതാണ്. അത് വലിയൊരു ടെക്നോളജി ഒന്നുമല്ല. ഒരുപാട് രാജ്യങ്ങൾക്ക് ആ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പിന്നെ ഒരു സംസ്കാരം വെച്ചിട്ട് അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് ഈ പറഞ്ഞ 2 കാര്യത്തിലും ഇപ്പോൾ ഭൂമി കുലുക്കം ഇതുപോലെയുള്ള കാര്യം, ഇതിലൊന്നും നമുക്ക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വലുതായിട്ട് സാധ്യമല്ല. നമ്മളെപ്പോലുള്ളവർക്കൊട്ടും സാധ്യമല്ല. അതല്ലാതെയുള്ള ചില സാധ്യതകൾ ഉണ്ടല്ലോ. ഇപ്പോൾ 2025 റാഡിക്കൽ ചേഞ്ചസ് നമ്മളുടെ ഭാരതത്തിൽ വരുമോ? അത് വരുത്തേണ്ടത് മോദി ഭരണകൂടമാണ്. അത് എക്കണോമിക്കലാവാം, ടെക്നോളജിക്കലാകാം, പല രീതിയിലാകാം. അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ഇമ്മീഡിയറ്റ് വരുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പാണ്. പൊളിറ്റിക്കലി സ്ട്രോങ് ആയിരിക്കണമല്ലോ ഭരണകൂടം. ഡൽഹി തെരഞ്ഞെടുപ്പിൽ കേജ്രിവാളിന് കുറച്ചൊരു തിരിച്ചടി വരും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി ഇല്ലാതെയായി പോവും, തീരെ നിസ്സാരമായി പോവും, BJP അധികാരത്തിൽ വരും ഡൽഹിയിൽ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല.
അതിൻ്റെ ലക്ഷണം ഇതുവരെ കണ്ടിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമൊക്കെ ഉണ്ട്. ആസ്ട്രോളജിക്കലിയും പറയുമ്പോൾ അവർ പറയണത് ഇപ്പോൾ വേൾഡിൽ മുഴുവൻ, ലോകത്തിൽ മുഴുവൻ ഒരു എന്താ പറയുക ഇൻസ്റ്റബിലിറ്റി ഒക്കെ ഉണ്ടാവുമെങ്കിലും ഭാരതത്തിനെല്ലാം നല്ലതാണ്, ഇക്കണോമി വളരും, ബെറ്റർ ആയിരിക്കും കമ്പയർഡ് ടു ദ വേൾഡ്. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ വൺ മാൻസ് പ്രഡിക്ഷൻ. അതെ, വൺ മാൻ അല്ല, ഒരു 2-3 അങ്ങനെ പറയും, തിരിച്ചു പറയുന്നു. സനാതനധർമ്മം വളരും, തിരിച്ചു പറയുന്നുണ്ടാവും. അത് വിടുക, അതൊക്കെ ലോകത്തിലൊരു എന്താ പറയാ നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടും. ആഫ്റ്റർ ആൾ അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ആണത്. അതിപ്പോ ആർക്കും തെറ്റില്ലാതെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ഞാൻ ഈ ഒരുപാട് പേരെ കൊണ്ട് കൈ നോക്കിച്ചിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ രേഖയൊന്നും നോക്കാറൊന്നുമില്ല. ബട്ട് ഇതിൻ്റെ സംസാരിക്കുന്ന ഒരു സാമർഥ്യമുണ്ട്. ആ സാമർഥ്യം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരിക്കും. അപ്പോൾ ഞാൻ ലക്ഷ്മിയുടെ കൈ നോക്കുന്നു. എന്നിട്ട് ഞാൻ പറയും, ലക്ഷ്മി വളരെ ഇന്നസെൻ്റാണ്, പക്ഷേ ലക്ഷ്മിയെ എല്ലാവരും തെറ്റിദ്ധരിക്കും. യു വിൽ ഇമ്മീഡിയറ്റ്ലി എഗ്രി. കാരണം എന്നെപ്പറ്റി നല്ലതാണ്. ലോകത്തിലെല്ലാവരും അവനവനെ പറ്റി ഇതാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനൊരു നല്ല മനുഷ്യനാണ്, എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ തഴയുന്നു, എന്നെ തോൽക്കുന്നു. ഇത് ഭൂലോകത്തിൻ്റെ മുഴുവനൊരു ചിന്താഗതിയാണ്. ഒരു കോമൺ സ്റ്റേറ്റ്മെൻറ്റ് ആപ്ലിക്കബിൾ ടു എവരിബഡി. ഇപ്പം ഇത് കൈ നോക്കി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എൻ്റെ ക്രെഡിബിലിറ്റി ലക്ഷ്മിയുടെ മനസ്സിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വാട്ട് എവർ നോൺസെൻസ് ഐ സേ, പക്ഷെ ഇത് ആക്ച്വലി ടാലി ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ പ്രൊഡിക്ഷൻസ് ശരിയായി കഴിയുമ്പോൾ നമ്മൾ ആളിനെ പുകഴ്ത്തുകയും പ്രൊഡിക്ഷൻസ് തെറ്റായി പോയി കഴിഞ്ഞാൽ അത് നമ്മളും പറയില്ല, അയാളും പറയില്ല. അതാണ് പ്രൊഡിക്ഷൻസിൻ്റെ ഒരു ഗുണം. അത് നമ്മൾ ഈ വഴിപാട് നടത്തുമല്ലോ, വഴിപാട് നടത്തുന്ന ദൈവത്തിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, അത് നടക്കുന്നു. ലക്ഷ്മി ഒരു പ്രശ്നം എന്നോട് ചർച്ച ചെയ്യുന്നു. ഞാൻ പറയുന്നു, ലക്ഷ്മി ഗുരുവായൂർ പോയിട്ട് ഇന്ന വഴിപാട് ചെയ്തു, അച്ചട്ടാണ്, ഉറപ്പായിട്ട് നടക്കും എന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെയ്തിട്ടുണ്ട്, നടക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി ബുദ്ധിമുട്ടി ഗുരുവായൂർ പോയി വഴിപാട് നടന്നില്ല. ലക്ഷ്മി എന്ത് ചെയ്യും, ഏറി വന്നു കഴിഞ്ഞാൽ എന്നോട് പോലും പറഞ്ഞില്ല എന്ന് വരും. കൂടി വന്നാൽ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും, ഞാൻ ഗുരുവായൂർ പോയിട്ട് അത് നടന്നില്ല കേട്ടോ. നടന്നില്ലേ? അപ്പോൾ ലക്ഷ്മിയുടെ ഭാഗത്ത് എന്തോ പിഴവ് വന്നിട്ടുണ്ട്, ഒരിക്കൽ കൂടെ നോക്കൂ. ഒരിക്കലും നമ്മൾ ഗുരുവായൂരപ്പനെ കുറ്റം പറയില്ല. നമ്മളിത് പബ്ലിഷ് ചെയ്ത് നടക്കുകയില്ല. ഗുരുവായൂരപ്പനെ ഞാൻ പ്രാർത്ഥിച്ചു, വഴിപാട് വന്നിട്ട് നടന്നില്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല. ഫെയിലിയർ വിൽ നോട്ട് ബി ഷെയർഡ്. ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് ഷെയർഡ് വെരി സീക്രട്ടീവ്ലി. എന്നിട്ട് ശരിയാ എൻ്റെ ഭാഗത്ത് നിന്ന്, കാരണം ഗുരുവായൂരപ്പന് തെറ്റുപറ്റുന്ന പ്രശ്നമില്ല. അപ്പോൾ പിന്നെ ആർക്കായിരിക്കും, നമുക്കായിരിക്കും തെറ്റുപറ്റുക. ഇതൊക്കെയാണ് ഈ പ്രൊഡിക്റ്റീവ് സയൻസിൻ്റെ. ഞാൻ ഗുരുവായൂരപ്പനെയോ ജോത്സ്യനെയോ ആരെയും ഇതായിട്ട് കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇതൊക്കെ ഈ പ്രഡിക്ഷനിൽ വരുന്ന സാധാരണ കാര്യങ്ങളാണ്. പ്രഡിക്ഷൻസ് മാറ്റി വയ്ക്കുക, പോസിബിലിറ്റീസ് നോക്കുക. ഇത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രഡിക്ഷൻസ് നമ്മൾ ആകാശത്തിൽ ഒരു ബേസിസും ഇല്ലാതെ അങ്ങ് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. ബേസിസ് ഇല്ല എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരെ സമ്മതിക്കില്ല. ബട്ട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദം പറയുന്നത് അതിനേക്കാൾ ബേസിസ് ഉണ്ട്, പോസിബിലിറ്റീസ്. രാഷ്ട്രീയത്തിൽ പോസിബിലിറ്റീസ് ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ്, പിന്നെ വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഡെഫിനറ്റ്ലി മോദിയെ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. കാരണം JDU BJP ശരിക്ക് ജെല്ലായിട്ടുണ്ട് ബീഹാറിൽ. കഴിഞ്ഞ മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ല. അതിൽ ബീഹാറിലും കുറേയധികം സീറ്റുകളുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. തൂത്തുവാരി JDU BJP സഖ്യം. പ്രശാന്ത് കിഷോർ ഫാക്ടർ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ആസ് ഓഫ് നൗ അതൊരു നോൺ സ്റ്റാർട്ടറായിട്ട് നിൽക്കുകയാണ് പുള്ളി. എന്തോ ബഹളം വെച്ചു, പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് he is trying to create problem, but it is not going to affect in the immediate future. അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കലി സ്ട്രോങ് ആയ ഒരു NDA ഭരണകൂടം കുറെ കൂടെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻസ് എടുക്കും ഞാൻ കരുതുന്നു. പിന്നെ 2025 ഇറ്റ് ഹാപ്പൻ ടു ബി ഇൻ 2025 ജാനുവരി എന്നേ ഉള്ളൂ.
ജാനുവരി 20 മറ്റേ കാർന്നവർ എടുക്കുന്നത് വരുന്നുണ്ട്. ഈ രണ്ട് കാർന്നവന്മാരും തമ്മിൽ നല്ല അടുപ്പമാണ് എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല അടുപ്പമാണെന്ന് വിചാരിക്കരുത്. അതെ, അയാൾക്ക് അയാളുടെ രാജ്യമാണ്, നമുക്ക് നമ്മുടെ രാജ്യം. നമുക്ക് നമ്മുടെ രാജ്യം. ഇങ്ങനെ മോശമൊന്നുമല്ല. ഭാരതത്തിൻ്റെ താല്പര്യം ബലികഴിച്ചുകൊണ്ടുള്ള ഒരേർപ്പാടിനും മോദി കൂട്ടു നിൽക്കുകയില്ല. അമേരിക്കയുടെ താല്പര്യം അദ്ദേഹവും ബലികഴിക്കുകയില്ല. അപ്പോൾ പിന്നെ ഇവർ തമ്മിലുള്ള ഈ കെമിസ്ട്രിയിൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു റിസൾട്ടായിരിക്കും വരുന്നത്, വിച്ച് വിൽ ബി ഫേവറബിൾ ടു ബോത്ത് USA ആൻഡ് ഇന്ത്യ. അതാണ് വരാൻ പോകുന്ന ഒരു ഇമ്മീഡിയറ്റ് സിനോറിയോ. ഞാൻ ബംഗ്ലാദേശിനെ പറ്റിയിട്ടും പോസിബിലിറ്റീസിൽ ഒരു പോസിബിലിറ്റി ആൾക്കാർ സംസാരിക്കുന്നത് ഷെയ്ഖ് ഹസീന തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്നാണ്. നമ്മളും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്തപ്പോൾ നമ്മളൊരു തക്ത പലറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തി വെച്ചിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് അസ്ട്രോളജിക്കലി വ്യൂസ് ആൾക്കാർ പറയണത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി വരും മിഡ് ഇയറിൽ. അപ്പൊ ചിക്കൻ നെക്ക് എന്തായാലും 2025 ഞാൻ പ്രഡിക്ഷന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം നമുക്ക് നോക്കാം. പ്രഡിക്ഷൻസ് ആർ ദേർ, പോസിബിലിറ്റീസ് ആർ ദേർ. അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ റിട്ടേൺ എന്നൊരു സാധ്യത ഉണ്ട് എന്നാ പറയണത്. Okay, let us close the conversation there. Fine.